അപ്പോൾ നമുക്കിന്ന് സൂപ്പിയിലുള്ള ഡ്രം കാർഡിനെ കുറിച്ച് പറയാം. ഓക്കെ, ആ ഡ്രം കാർഡ് ആദ്യം നമ്മൾ പ്ലേ കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് 5 രൂപയുടെ കോൺടെസ്റ്റാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 5 രൂപയുടെ കോൺടെസ്റ്റ് ജോയിൻ ചെയ്താൽ 8.5 രൂപ കിട്ടും. അങ്ങനെ അത് ജോയിൻ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ടാകാൻ കുറച്ച് ടൈം എടുക്കും ഇതുപോലെ. അപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ ആരാണോ വൈസ് ക്യാപ്റ്റൻ ആരാണോ, അപ്പോൾ നമുക്ക് 2 പ്ലെയറെ കിട്ടും. അതിൽ 2 പ്ലെയർ ആരാണോ കൂടുതൽ നമുക്ക് പോയിൻ്റ് കൂടുതൽ കിട്ടുക അവരെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, കുറച്ച് ടൈം ഇതുപോലെ ലോഡിങ് ഒക്കെ കാണും. ചെറിയ സമയം നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇത് എനിക്കൊന്ന് കുറച്ച് ലാഗാണെന്ന് തോന്നാം. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ നമ്മളിതിൽ ഏതെങ്കിലും 2 പേരെ ആക്കുക. ഓക്കെ, അങ്ങനെ അപ്പോൾ എനിക്ക് മനീഷ് പാണ്ഡെ അതുപോലെ തന്നെ ഡിവിലിയേഴ്സാണ് വന്നത്. അപ്പോൾ ഞാൻ ക്യാപ്റ്റനായിട്ട് ഡിവിലിയേഴ്സും മനീഷ് പാണ്ഡേനെ വൈസ് ക്യാപ്റ്റനാക്കി. നിങ്ങളുടെ ഒരു ഇതുപോലെ ഒരു എന്താ പറയുക, ഓരോ പ്ലെയറിൻ്റെയും ഇതുപോലെ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഇതാ ഫസ്റ്റ് റൗണ്ട് വരികയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഓക്കെ ഒരു കളി കളിച്ചിട്ടുള്ളൂ, പുതിയ ആളാണ്, വേറെ കൊണ്ടോന്ന് അറിയത്തില്ല. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് വന്നു. ഫസ്റ്റ് മൊയിനലി വന്നപ്പോൾ ഞാൻ സ്ട്രൈക്ക് റേറ്റാണ് സെലക്ട് ചെയ്തത്. കാരണം മൊയിനലിക്ക് അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെങ്കിൽ എതിരാളിക്ക് കുറവായിരിക്കും. 137.82 കുറവാണ്. അപ്പോൾ എനിക്ക് 1 പോയിൻ്റ് കിട്ടി. അങ്ങനെ ഓക്കെ, അങ്ങനെ അദ്ദേഹം സെലക്ട് ചെയ്തത് മാച്ചാണ്. അപ്പോൾ അതിലും എനിക്ക് തന്നെ പോയിൻ്റ് കിട്ടിയത്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് വന്നപ്പോൾ ഇതേത് പഠിക്കലാണ് വന്നത്. ഞാൻ 4 ആണ് എടുത്തത്. ഫോർസ് സെലക്ട് ചെയ്തപ്പം എനിക്ക് തന്നെയായിരിക്കും പോയിൻ്റ് കൂടുതൽ കിട്ടാൻ സാധ്യത. ഓക്കെ, അങ്ങനെ എനിക്ക് അതിന് 1 പോയിൻ്റ് കിട്ടി. ഇപ്പം ഏതെടുത്തതെന്ന് അറിയില്ല, നോക്കാം. ഓക്കെ, സ്ട്രൈക്ക് റേറ്റ് എന്നാലും പഠിക്കുന്നതിനേക്കാൾ 1 പോയിൻ്റ് സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ് അദ്ദേഹത്തിന്. സൈമൺസ് വന്നപ്പം ഞാൻ സെലക്ട് ചെയ്തത് ഹൈ സ്കോറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോർ 104 ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് അയാൾക്ക് 1 പോയിൻ്റ് അധികം കിട്ടും. അപ്പോൾ സെയിം പോയിൻ്റ് 3 മുതലുള്ളത്. അപ്പോൾ അഭിഷേക് വന്നപ്പം 155 സ്ട്രൈക്ക് റേറ്റ്. എന്തായാലും ഇത് തന്നെയായിരിക്കും, കാരണം അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇത്രയുള്ള ഒരാളുണ്ടാകാൻ സാധ്യതയില്ല. കാരണം 129.87. ഓക്കെ, അങ്ങനെ അതിൽ എനിക്ക് 1 പോയിൻ്റ് കിട്ടി. ഓക്കെ, അങ്ങനെ ഹൈ സ്കോറിൽ മൂപ്പരെ സെലക്ട് ചെയ്ത ഹൈ സ്കോറാണ് കേട്ടോ. അപ്പോൾ 1 പോയിൻ്റ് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ അത് അടുത്ത റൗണ്ട് മൺദീപ് സിംഗ്. ഞാൻ എന്തായാലും മാച്ചസ് എടുക്കത്തുള്ളൂ, പക്ഷേ എനിക്ക് കിട്ടുമോ എന്നറിയില്ല, നോക്കാം. മാച്ചസാണ് എടുത്തത്. 105. ഓക്കെ, അതിലെനിക്ക് 1 പോയിൻ്റ് കിട്ടി കേട്ടോ. ഷാൻ കിഷൻ 105 മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഓക്കെ, മൂപ്പർ സെലക്ട് ചെയ്ത് റൺസാണ് 2754. മൂപ്പർക്ക് 1 പോയിൻ്റ് കിട്ടി. അങ്ങനെ രണ്ടാൾക്കും ഒരേ പോയിൻ്റാണ് ഉള്ളത്. റസൽ ഓക്കെ 174 സ്ട്രൈക്ക് റേറ്റ്. എന്തായാലും സ്ട്രൈക്ക് റേറ്റ് ഇതിൽ കൂടിയ ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. സ്കെയിൽ ഉണ്ടാവും എന്നാലും. ഓക്കെ, അദ്ദേഹത്തിന് 135.2 ഡെയിൻ സ്മിത്ത്. ഓക്കെ, അതിന് എനിക്ക് 1 പോയിൻ്റ് കിട്ടി. അങ്ങനെ ഫോർസ്, അതിന് അദ്ദേഹത്തിന് 1 പോയിൻ്റ്. അപ്പം സെയിം ലെവലിലാണ് 2 പേര് ഇപ്പോൾ ഉള്ളത്, മീൻസ് പോയിൻ്റേ. റാണ വന്നപ്പം എനിക്ക് ഫോർസ് ഞാൻ എന്ത് സെലക്ട് ചെയ്യാമെന്ന് നോക്കട്ടെ. ഓക്കെ, സ്ട്രൈക്ക് റേറ്റ് പണി കിട്ടിയല്ലോ. ഷോയിനിസാണ്, അദ്ദേഹത്തിന് 2 പോയിൻ്റ് കിട്ടി കേട്ടോ. 30 സെലക്ട് ചെയ്ത് സ്ട്രൈക്ക് റേറ്റ്, അതുകൊണ്ടാണ് 2 പോയിൻ്റ് കിട്ടിയത്. മനീഷ് പാണ്ഡെ എൻ്റെ വൈസ് ക്യാപ്റ്റനാണ്. വൈസ് ക്യാപ്റ്റന് നമുക്ക് 2 പോയിൻ്റ് എക്സ്ട്രാ കിട്ടും. ഞാൻ ഫോഴ്സാണ് എടുത്തത്. ഓക്കെ, നോക്കട്ടെ. സീന് ഡേവിഡ് വാർണർക്ക് പിടിച്ചു കുറച്ച് പണിയാണ്. അത് പോയി, എൻ്റെ 2 പോയിൻ്റ് അങ്ങോട്ട് പോയി. അദ്ദേഹത്തിന് 10 പോയിൻ്റ് കിട്ടി. ഡീക്കോക്കെ വന്നതേ. അപ്പം ഞാൻ എന്തായാലും ഹൈ സ്കോറേ സെലക്ട് ചെയ്യത്തുള്ളൂ, 140. അതങ്ങനെ എനിക്ക് അതിന് 1 പോയിൻ്റ് കിട്ടി. പക്ഷെ ഞാൻ എന്നാലും 4 പോയിൻ്റ് ബാക്കിലുള്ളത്, അതും പോയി. അങ്ങനെ 11 പോയിൻ്റ്. ഈ കളി മിക്കവാറും ഞാൻ പണിയാവാനാണ് സാധ്യത, നോക്കാം. എന്നാലും ധോണി വന്നാൽ എന്തായാലും നമ്മൾ ടോട്ടൽ മാച്ചസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം 264 മാച്ച് കൂടുതൽ ധോണി മാത്രമേ കളിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിന് പിന്നിൽ എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലി ആകാനാണ് സാധ്യത. ഓക്കെ, അദ്ദേഹം സെലക്ട് ചെയ്തത് മാച്ചസ് എല്ലാം തോന്നുന്നു, നോക്കാം. എനിക്കതിന് 1 പോയിൻ്റ് കിട്ടി. സ്ട്രൈക്ക് റേറ്റ് ഭാഗ്യം, ധോണി ആയതുകൊണ്ട് ഡ്യൂപ്ലസി ആയിട്ട് രക്ഷപ്പെട്ടു. ഓക്കെ, അടുത്ത റൗണ്ട് നോക്കാം. ഡിവിലിയേഴ്സ് എന്തായാലും ഞാൻ സ്ട്രൈക്ക് റേറ്റ് സെലക്ട് ചെയ്യും. എൻ്റെ ക്യാപ്റ്റൻ ആട്ടോ. ഓക്കെ, എനിക്കതിന് 3 പോയിൻ്റ് സ്ട്രൈക്ക് റേറ്റ് സെലക്ട് ചെയ്ത് 3 പോയിൻ്റ്. മൂപ്പര് എടുത്ത് നോക്കാമല്ലോ. അടിപൊളി, ഹൈ സ്കോർ, അതിന് എനിക്ക് പോയിൻ്റ് കിട്ടി. അങ്ങനെ 3 പോയിൻ്റ്. അപ്പോൾ അങ്ങനെ എനിക്ക് ടോട്ടൽ 15 പോയിൻ്റ്, അദ്ദേഹത്തിന് 11 പോയിൻ്റ്. അങ്ങനെ എനിക്ക് 8.5 രൂപ കിട്ടി കേട്ടോ. 5 രൂപയുടെ കോൺടെസ്റ്റാണ്.
അപ്പോൾ ഇങ്ങനെയാണ് ഇത് കളിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്